ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. ഡിസെൻട്രലൈസേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഭാഗത്ത് നമ്മൾ പറയുന്നത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം എങ്ങനെയാണ് ഫോം ചെയ്തത്, പഞ്ചായത്തുകൾ എങ്ങനെയാണ് ഫോം ചെയ്തത്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ഡിസെൻട്രലൈസേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. The formation of Panchayat is referred to in Article 14 as part of the directive principle in the Constitution of India. പഞ്ചായത്തുകളുടെ ഫോർമേഷനെ കുറിച്ച് ആർട്ടിക്കിൾ 14 റെഫർ ചെയ്യുന്നത്. ഏതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് റെഫർ ചെയ്യുന്നത്. The absence of a strong local administrative system adversely affected rural development in India. ഇന്ത്യയിൽ ആദ്യകാലത്തൊന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഒരു ശക്തമായ ഭരണ വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നില്ല. Several committees were constituted to resolve this and strengthen the local self-government system. ഇതിനു വേണ്ടിയിട്ട് വ്യത്യസ്തമായ വിവിധ കമ്മിറ്റികൾ ആ സമയത്ത് നിലവിൽ വന്നു. The prominent among them are the committees formed under the leadership of Balwant Rai Mehta and Ashok Mehta. ഏതൊക്കെയാണ്? ഇതിലെ ഒരു പ്രധാനപ്പെട്ട രണ്ട് കമ്മിറ്റികളാണ്. ഒന്ന് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ദ റെക്കമെൻഡേഷൻസ് ഓഫ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നത് 1957 എന്തൊക്കെയാണ് ഇതിൻ്റെ റെക്കമെൻഡേഷൻ? ദ 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഏതൊക്കെയാണ് 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, ഡിസ്ട്രിക്ട് പരിഷത്ത്. ഇങ്ങനെ ഒരു 3 ടയറിലാണ് പഞ്ചായത്തിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ടായിരുന്നത്. അതേസമയം എന്താണ് ദ റെക്കമെൻഡേഷൻ ഓഫ് അശോക് മേത്ത കമ്മിറ്റി? അശോക് മേത്ത കമ്മിറ്റി എപ്പോഴാണ് വന്നത്? 1978 അശോക് മേത്ത കമ്മിറ്റി 2 ടയർ സിസ്റ്റമാണ് പറയുന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം പറയുമ്പോൾ അശോക് മേത്ത കമ്മിറ്റി എന്താണ്? 2 ടയർ സിസ്റ്റമാണ് പറയുന്നത്. ഒന്ന് മണ്ഡൽ പഞ്ചായത്തും ഒന്ന് ഡിസ്ട്രിക്ട് പരിഷത്തും. ഇനി ബൽവന്ത് റായ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലേക്ക് വരുവാണെങ്കിൽ ദ പവർ ഫോർ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ടു ബി ഗിവൺ ടു പഞ്ചായത്ത് കമ്മിറ്റീസ് ആൻഡ് സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ഡിസ്ട്രിക്ട് പരിഷത്ത്. എന്താണ് പറയുന്നത്? പ്ലാനിങ്ങിനുള്ള അധികാരം ആർക്കാണ്? പ്ലാനിങ്ങിനുള്ള അധികാരവും അത് നടപ്പിലാക്കുന്നതും ആരാണ്? ഡിസ്ട്രിക്ട് പരിഷത്താണ്. എന്നാൽ ഇവരുടെ റെക്കമെൻഡേഷൻ എന്താണ്? അശോക് മേത്ത കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻ ദ ഡിസ്ട്രിക്ട് പരിഷത്ത് ഷാൽ ഹാവ് ദ ചാർജ് ഓവർ ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ്. മണ്ഡൽ പഞ്ചായത്ത് ആർ ഇൻ ചാർജ് ഓഫ് ദ വില്ലേജസ്. ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്ലാനിംഗ് നടത്തുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് പരിഷത്തും. മണ്ഡൽ പഞ്ചായത്ത് എന്താണ് ചെയ്യുന്നത്? വില്ലേജ് ലെവലിലുള്ള കാര്യങ്ങളുടെ ചാർജ് മണ്ഡൽ പഞ്ചായത്തിനുമാണ്. ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്ത്. ബൽവന്ത് റായ് കമ്മിറ്റി പറയുന്നു ഗ്രാമപഞ്ചായത്തുകളിൽ ഡയറക്റ്റ് ഇലക്ഷൻ നടത്തണം. എന്നാലോ അശോക് മേത്ത കമ്മിറ്റി എന്താണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഫോർ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഭരണഘടന സാധുതയുള്ളതായിരിക്കണം പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഡിസ്ട്രിക്ട് പരിഷത്ത് ആൻഡ് പഞ്ചായത്ത് കമ്മിറ്റി. പഞ്ചായത്ത് കമ്മിറ്റിയിലും ഡിസ്ട്രിക്ട് പരിഷത്തിലും ഇൻഡയറക്റ്റ് ഇലക്ഷൻ, അതായത് നേരിട്ടുള്ള ഇലക്ഷൻ അല്ലാതെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടത്തണം എന്നാണ് ആര് പറയുന്നത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറയുന്നത്. എന്നാൽ അശോക് മേത്ത കമ്മിറ്റി എന്താണ് പറയുന്നത്? റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അതായത് SC ST ഇവർക്കൊക്കെ റിസർവേഷൻ കൊടുക്കണം എന്നാണ് അശോക് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ബിഗിനിങ്ങിനെക്കുറിച്ച്, തുടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. The Panchayat Raj system came into existence first in Rajasthan as per the recommendation of
ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പഞ്ചായത്തി രാജ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ആരുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് ഇത് വന്നത്. പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇനാഗുറേറ്റഡ് ദ പ്രോജക്റ്റ് ഇൻ നാഗൂർ ഡിസ്ട്രിക്റ്റ് ഇൻ രാജസ്ഥാൻ ഇൻ October 2, 1959. രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിൽ ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. എപ്പോഴാണ്? October 2, 1959. ഒരു ഗാന്ധി ജയന്തി ദിവസം തന്നെയായിരുന്നു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ആൻഡ് വെസ്റ്റ് ബംഗാൾ ഇൻ ദ സെയിം ഇയർ. 1959 ഇതേ വർഷം തന്നെയാണ് എന്താണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ ഈ 3 സ്റ്റേറ്റ്സിലും നിലവിൽ വന്നു. അപ്പം നമ്മൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? ഇന്ത്യയിൽ പഞ്ചായത്തുകളുടെ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 40 പ്രകാരമാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളുണ്ട്. ഒന്ന് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957, മറ്റൊന്നാണ് അശോക് മേത്ത കമ്മിറ്റി 1978. 2 കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ ഫസ്റ്റ് ഇനാഗുറേറ്റ് ചെയ്ത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ 1959 October 2 അതേ വർഷം തന്നെ 3 സ്റ്റേറ്റ്സിലും കൂടെ വന്നു: ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.